മദ്യത്തിന് ജവാൻ എന്ന് പേരിട്ടത് സൈനികരെ അപമാനിക്കുന്നതാണോ? സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം മദ്യമായ ജവാന്റെ പേര് പലപ്പോഴും വിവാദമായിട്ടുണ്ട്. പേര് മാറ്റണമെന്ന ആവശ്യം ഒരിക്കൽ കൂടി സജീവമാവുകയാണ്. കോഴിക്കോട് എലത്തൂർ സ്വദേശി റിട്ടയേർഡ് തഹസിൽദാർ രാജേന്ദ്രൻ നായരാണ് ഏറ്റവും ഒടുവിൽ ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. നേരത്തെ പേരുമാറ്റ ആവശ്യം ഉയർന്നപ്പോഴൊക്കെയും സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. 1937 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പ്രവർത്തനം തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനം മുൻകാലങ്ങളിൽ മിലിറ്ററി ക്യാൻറ്റീനുകളിലടക്കം ജവാൻ എന്ന പേരിൽ മദ്യം വിതരണം ചെയ്തിട്ടുണ്ടെന്നിരിക്കെ പേരുമാറ്റം ആവശ്യമില്ലെന്ന നിലപാടിലാണ് നിർമ്മാതാക്കളായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്. ജനകീയ ബ്രാൻഡുകൾ സ്വീകാര്യത നേടുന്നതിന് പിന്നിൽ മികച്ച ബ്രാൻഡ് നെയിമുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ജവാൻ എന്ന പേര് അപമാനമെങ്കിൽ XXX റം, ബ്രിഗേഡിയർ, മറ്റു ബ്രാൻഡുകളായ എയർ മാർഷൽ, ഓഫീസേഴ്സ് ചോയ്സ്, കേണൽ സ്പെഷ്യൽ എന്നിവയുടെയെല്ലാം പേര് മാറ്റേണ്ടതില്ലേ എന്ന ചോദ്യമുയരുന്നു. ഇവയെല്ലാം സൈന്യവുമായി ബന്ധപ്പെട്ട പേരുകളാണ്. എന്തിനേറെ പറയുന്നു, ദൈവങ്ങളുടെ പേരിലും ആത്മീയ പുരുഷന്മാരുടെ പേരിലും മദ്യമുണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ചിലയിടങ്ങളിൽ എതിർപ്പുയർന്നിട്ടുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ നാട്ടുകാർ ലാവിഷായി ഉപയോഗിക്കുന്നുമുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അമേരിക്കൻ നിർമ്മിത മദ്യം. ഇത് ഇന്ത്യൻ വിപണിയിലെത്തിയപ്പോൾ വലിയ കോളിളക്കമുണ്ടായി. ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലാണ് മദ്യത്തിൻ്റെ പേരെന്നതായിരുന്നു വിവാദത്തിനടിസ്ഥാനം. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സഭകളുടെ എതിർപ്പിനെ തുടർന്ന് മദ്യം വിപണിയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. അമേരിക്കയിലും UK-യിലുമൊക്കെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇപ്പോഴും സുലഭം. ആഗോള വിപണിയിൽ ഇന്ത്യയിലെ ഹൈന്ദവ ദൈവങ്ങളുടെ പേര് ഉപയോഗിച്ചുള്ള മദ്യ ബ്രാൻഡുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം കമ്പനികളും വലിയ തോതിലുള്ള മതപരമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരികയും വിൽപ്പന നിരോധനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ബ്രഹ്മ ബിയർ, ബ്രസീലിലെ ഏറ്റവും ജനപ്രിയവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദ്യ കമ്പനികളിലൊന്നുമായ അൻസൻഹ്യൂർ ബുഷ് ഇൻബസ് നിർമ്മിക്കുന്ന ബിയർ ബ്രാൻഡാണിത്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പേര് മദ്യത്തിന് നൽകിയതിനെതിരെ ആഗോള ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ബിയറിന് ആ പേര് ലഭിച്ചത് ഹൈന്ദവ ദൈവത്തിൽ നിന്നല്ലെന്നും ഹൈഡ്രോളിക് പ്രസ് കണ്ടുപിടിച്ച ജോസഫ് ബ്രഹ്മ അല്ലെങ്കിൽ സംഗീതജ്ഞനായ ജോഹന്നാസ് ബ്രാംസ് എന്നിവരിൽ നിന്നുമാണെന്നാണ് കമ്പനിയുടെ വാദം. ഹനുമാൻ പ്രീമിയം ബിയർ, കംബോഡിയയിൽ നിർമ്മിച്ച് അമേരിക്കയിൽ വിപണനം ചെയ്യുന്ന ഒരു പ്രമുഖ ബിയർ ബ്രാൻഡാണിത്. ഇതിൻ്റെ ലേബലിൽ ഹനുമാന്റെ ചിത്രം ഉപയോഗിച്ചതിനെതിരെ US-ലെ ഇന്ത്യൻ സമൂഹം വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. സമാനമായി വിർജീനിയയിലെ ഓൾഡ് സേലം എന്ന ബ്രൂവറിയും ഹനുമാന്റെ പേരിൽ ഒരു സ്റ്റൗട്ട് ബിയർ ഇറക്കുകയും പിന്നീട് മാപ്പ് പറഞ്ഞ് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ബ്രൂക്കൈൽ യൂണിയൻ ജിഞ്ചർ ബിയർ, ഓസ്ട്രേലിയൻ കമ്പനിയായ ഇവരുടെ ജിഞ്ചർ ബിയർ കുപ്പികളിൽ ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചുള്ള ലേബൽ ഉപയോഗിച്ചത് വലിയ വിവാദമുണ്ടാക്കി. തുടർന്ന് കമ്പനി മാപ്പ് പറയുകയും ലേബൽ മാറ്റുകയും ചെയ്തു. ഫ്രഞ്ച് കമ്പനി പുറത്തിറക്കിയ മാൻല ഓർഗാനിക് IPA ബിയർ കുപ്പിയുടെ ലേബലിൽ ദുർഗാദേവിയുടെ ചിത്രം ഉപയോഗിച്ചതിനെതിരെ UK-യിലെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ബാങ് ദ എലിഫന്റ്, ഇംഗ്ലണ്ടിലെ ഈ കമ്പനി തങ്ങളുടെ ഒരു ബിയർ ക്യാനിൽ കാളിദേവിയുടെ ചിത്രം ചിത്രീകരിച്ചത് വൻ തർക്കങ്ങൾക്ക് വഴിവെച്ചു. ത്രികാൽ വിസ്കി, പ്രമുഖ ഇന്ത്യൻ മദ്യ കമ്പനിയായ റാഡിക്കോ ഖൈത്താൻ പുറത്തിറക്കിയ ബ്രാൻഡാണിത്. ശിവന്റെ വിശേഷണങ്ങളിലൊന്നായ ത്രികാൽ എന്ന പേര് മദ്യത്തിന് നൽകിയതിനെതിരെ ഉത്തരാഖണ്ഡിൽ വലിയ പ്രതിഷേധമുയർന്നു. തുടർന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ ഈ ബ്രാൻഡിന്റെ ഉൽപ്പാദനവും വിൽപ്പനയും സംസ്ഥാനത്ത് പൂർണ്ണമായി നിരോധിച്ചു. അടുത്തിടെ സംസ്ഥാനത്ത് മദ്യനികുതി ഇളവ് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചപ്പോൾ വിവാദമായ പേരാണ് ബക്കാടി. ബക്കാടിയുടെ ലോഗോയിലുള്ള വവ്വാലിനെ ചില സംസ്കാരങ്ങളിൽ ഭാഗ്യത്തിൻ്റെയും ആത്മീയ സംരക്ഷണത്തിൻ്റെയും പ്രതീകമായി കാണുന്നുണ്ട്. ജിന്ന് ഉപയോഗിക്കുന്നവരുടെ പ്രിയ ബ്രാൻഡുകളിലൊന്നാണ് ജയ്സാൽമീർ. ചരിത്രപ്രസിദ്ധമായ രാജസ്ഥാൻ നഗരത്തിൻ്റെ പേരാണ് ഈ മദ്യ ബ്രാൻഡിന് നൽകിയിട്ടുള്ളത്. നഗരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന വേറെയും ബ്രാൻഡുകൾ നിരവധിയാണ്. കോണിയാക്ക്, ഫ്രാൻസിലെ കോണിയാക്ക് എന്ന നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകപ്രശസ്തമായ ഒരുതരം ബ്രാൻഡിയാണിത്. ഷാമ്പെയിൻ, ഫ്രാൻസിലെ ഷാമ്പെയിൻ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രശസ്തമായ സ്പാർക്ലിംഗ് വൈൻ. ടെക്കില, മെക്സിക്കോയിലെ ടെക്കില എന്ന നഗരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോകപ്രശസ്തമായ മദ്യം. പോർട്ട് വൈൻ, പോർച്ചുഗലിലെ പോർട്ടോ എന്ന നഗരത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ വൈനിന് പേര് ലഭിച്ചത്. ബൂർബൺ വിസ്കി, അമേരിക്കയിലെ കെൻഡിക്കയിലുള്ള ബൂർബൺ കൗണ്ടി, ന്യൂ ഓർലിയൻസിലെ ബൂർബൺ സ്ട്രീറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡോങ് സോജു, ദക്ഷിണ കൊറിയയിലെ ആൻഡോങ് എന്ന നഗരത്തിൽ പരമ്പരാഗതമായി നിർമ്മിക്കുന്ന ജനപ്രിയ മദ്യം. മോസ്കോ മ്യൂൾ, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വോഡ്ക കോക്ടൈൽ. സിംഗപ്പൂർ സ്ലിംഗ്, സിംഗപ്പൂരിലെ പ്രശസ്തമായ റാഫിൾസ് ഹോട്ടലിൽ നിന്ന് ഉത്ഭവിച്ച ജിൻ അധിഷ്ഠിത പാനീയം. ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ട പേരുകളിലെ കൂടുതൽ മദ്യ ബ്രാൻഡുകൾ ഇങ്ങനെ. ചാട്രൂസ്, ഫ്രാൻസിലെ കാർട്ടുഷ്യൻ സന്യാസിമാർ ഒരു രഹസ്യ ആത്മീയ കൂട്ടുപയോഗിച്ച് നിർമ്മിക്കുന്ന ഹെർബൽ മദ്യമാണിത്. സെന്റ് ബെർണാഡ്, സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് മലനിരകളിലെ വിശുദ്ധ ബെർണാഡിന്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട പേര്. ബെനഡിക്റ്റീൻ, സന്യാസിമാർ പ്രാർത്ഥനയോടെ ഔഷധങ്ങൾ ചേർത്ത് വികസിപ്പിക്കുന്ന ഫ്രഞ്ച് മദ്യം.
സെന്റ് റെമി, ഫ്രഞ്ച് വിശുദ്ധനായ സെന്റ് റെമിജിയാസിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ ബ്രാൻഡി. ഏഞ്ചൽസ് എൻവി, മദ്യം സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ആവിയായി പോകുന്ന ഭാഗത്തെ ഏഞ്ചൽസ് ഷെയർ അഥവാ മാലാഖമാരുടെ പങ്ക് എന്ന് വിളിക്കുന്ന ആത്മീയ സങ്കല്പത്തിൽ നിന്നുള്ള പേര്. ഇങ്ങനെ നിരവധി ബ്രാൻഡുകളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.